ഇടക്കാലത്ത് വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസായിരുന്നു ജൈനമ്മ തിരോധാനം. സെബാസ്റ്റ്യനെ കുറ്റക്കാരനാണെന്ന് ജൈനമ്മ മാത്രമല്ല, കൂടുതൽ സ്ത്രീകളെ കാണാതായിട്ടുള്ള അവരെയൊക്കെ കൊന്നത് സെബാസ്റ്റ്യനോ എന്നൊക്കെ സംശയം ഉയർന്നിരുന്നു. പക്ഷെ അന്വേഷണത്തിന് ഇപ്പോൾ ചെറിയൊരു പ്രതിസന്ധി ഉണ്ട്. ആ പ്രതിസന്ധിയുടെ അതായത് ഈ ജൈനമ്മ തിരോധന കേസിലെ DNA ഫലമാണ് വൈകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അന്വേഷണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കുറ്റപത്രം സമർപ്പിക്കുന്നതടക്കമുള്ള നടപടികളിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ റിമാൻഡിൽ തുടരുകയാണ്. ജോസി ബാബു ആണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ജോസി, ഈ ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും നിർണായകം കണ്ടെടുത്ത മൃതദേഹാവശിഷ്ടങ്ങളുടെ DNA പരിശോധനാ ഫലം അത് ജൈനമ്മ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇത്രയധികം എന്തുകൊണ്ട് DNA പരിശോധനാ ഫലം വൈകുന്നു? അത് കാരണം കേസ് അന്വേഷണവും ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണല്ലോ. ഗുഡ് മോർണിംഗ് ജിൽസി, സൈഫുദ്ദീൻ. തീർച്ചയായും ഏറെ കോളിളക്കം സൃഷ്ടിച്ച ജൈനമ്മ തിരോധന കേസിൽ അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലാണ്. പ്രധാനമായും DNA പരിശോധനാ ഫലം ഇതുവരെയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. തിരുവനന്തപുരത്തെ സയൻസ് ലാബിലാണ് ഈ DNA പരിശോധനാ ഫലത്തിനായി സാമ്പിളുകൾ അയച്ചത്. 1.5 മാസം പിന്നിട്ടിട്ട് ഇതുവരെയും ക്രൈംബ്രാഞ്ചിന് ഈ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. ഇതുതന്നെയാണ് കുറ്റപത്രം സമർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ അനിശ്ചിതത്വം നേരിടുന്നത്. പ്രധാനമായും ഈ ഏറെ ദിവസത്തോളം 20 ദിവസത്തോളം സെബാസ്റ്റിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും സഹായകരമായ അല്ലെങ്കിൽ അനുകൂലമായ കേസന്വേഷണത്തിൽ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള മൊഴികളോ അല്ലെങ്കിൽ കുറ്റസമ്മതമോ അടക്കം ഇയാളുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിരുന്നില്ല. ശാസ്ത്രീയ തെളിവുകളാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമെന്ന് അന്വേഷണ സംഘം തുടക്കം മുതൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയ തെളിവായ DNA പരിശോധനാ ഫലം ഇതുവരെയും ലഭിക്കാത്തതാണ് ഇപ്പോഴുള്ള പ്രതിസന്ധിക്ക് കാരണം. സ്വാഭാവികമായ കാലതാമസം എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ തിരുവനന്തപുരത്തെ സയൻസ് ലാബിലാണ് സംസ്ഥാനത്തുടനീളമുള്ള പ്രധാനപ്പെട്ട കേസുകളുടെയൊക്കെയും സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനകൾ നടക്കുന്നത്. അത്തരത്തിലുള്ളൊരു കാലതാമസമാണ് ഇപ്പോൾ നേരിടുന്നത്. അത് വേഗത്തിൽ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം ഇപ്പോഴും പ്രതീക്ഷ പങ്കുവെക്കുന്നത്. അതേസമയം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കുറ്റപത്രം സമർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുമുണ്ട്. ജൈനമ്മ തിരോധന കേസിൽ ജൈനമ്മയും സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്ന് നേരിട്ട് കണക്ട് ചെയ്യാൻ ഈ തെളിവ് ഏറ്റവും നിർണായകമാണ്. നേരത്തെ പുരയിടത്തിൽ നിന്ന് ലഭിച്ച അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചതിന് പിന്നാലെ ജൈനമ്മയുടെ ബന്ധുക്കളുടെ അടക്കം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടായിരുന്നു DNA പരിശോധനയ്ക്ക് അയച്ചത്. അതാണിപ്പോൾ ഫലം വൈകുന്നത്. നേരത്തെ വീടിനകത്ത് നിന്ന് ലഭിച്ച രക്തക്കറ ജൈനമ്മയുടേതാണ് സ്ഥിരീകരണം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും നേരിട്ട് ഈ അസ്ഥി കഷ്ണങ്ങൾ അല്ലെ കൊല്ലപ്പെട്ട ആളുടേതാണ് എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ DNA പരിശോധനാ ഫലം നിർണായകമാണ്. എന്തായാലും ഈ കേസിൽ സെബാസ്റ്റ്യൻ മറ്റ് ചില സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധമുണ്ട് എന്നും അന്വേഷണ സംഘം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഐഷ, ബിന്ദു പത്മനാഭൻ, സിന്ധു എന്നീ സ്ത്രീകളുടെ തിരോധാനവുമായും സെബാസ്റ്റ്യന് ബന്ധമുണ്ട്. എന്തായാലും ഈ കേസ് കോടതിയിൽ വിജയിക്കണമെങ്കിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ഏറെ നിർണായകമാണ്.